മാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PTA റഹീം MLA അധ്യക്ഷത വഹിക്കും. മാവൂർ ഫയർ സ്റ്റേഷനു വേണ്ടി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ 18 തസ്തിക സർക്കാർ പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ 4 അഗ്നിരക്ഷാ വാഹനങ്ങളും ആവശ്യമായ അഗ്നിരക്ഷാ ഉപകരണങ്ങളും അനുവദിച്ചിട്ടുണ്ട്. മാവൂരിന് പുറമെ ചാത്തമംഗലം, കുന്നമംഗലം, പെരുമണ്ണ, പെരുവയൽ, കൊടിയത്തൂർ, മലപ്പുറം ജില്ലയിലെ വാഴയൂർ, വാഴക്കാട്, ചീക്കോട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും സ്റ്റേഷന്റെ സേവനം ലഭിക്കും. കോഴിക്കോട് ടൗണിന്റെ അടുത്തായതിനാൽ ആവശ്യഘട്ടങ്ങളിൽ ടൗണിലും സേവനമെത്തിക്കാൻ സാധിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടാകും. വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതായും സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. മാവൂർ പഞ്ചായത്തിൽ 2017 തുടക്കം കുറിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ 2026 ഫെബ്രുവരി 26 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. കുന്നമംഗലം നിയോജകമണ്ഡലിലെ MLA PTA റഹീം സാഹിബിൻ്റെ അധ്യക്ഷതയിൽ വിവിധ പഞ്ചായത്തുകളിലെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അധീനതയിൽ കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ മാവൂർ, ചാത്തമംഗലം, കുന്നമംഗലം, പെരുവയൽ, പെരുമണ്ണ ഗ്രാമപഞ്ചായത്തുകളും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലയിലെ വാഴക്കാട്, ചീക്കോട്, വാഴയൂർ പഞ്ചായത്തും മറ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളത് ഭാഗികമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളതാണ് മാവൂർ വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്. അഗ്നിരക്ഷാ വകുപ്പിൻ്റെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ 18 തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ 4 വാഹനങ്ങളും പുതിയതായിട്ട് സർക്കാർ ഈ മാവൂർ ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഒരു 8ഓളം പഞ്ചായത്തുകളും ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളും വരുന്നുണ്ട്. വാട്ടർ റെസ്ക്യൂ കോളുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾക്ക് 2018 പ്രളയം വന്നപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ മാവൂരിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വളരെയധികം നല്ലൊരു തീരുമാനമാണ്. മാത്രമല്ല മാവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷ ലഭിക്കും എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. 11,000-ഓളം കടകൾ ഈ മണ്ഡലത്തിലും ചാലിയാറിൻ്റെ ഭാഗത്തുമായിട്ടുള്ള, അതുപോലെ 1 ലക്ഷത്തോളം വീടുകൾ, 27ഓളം കോറികൾ, പടക്കം ലൈസൻസുള്ള 87ഓളം വരുന്ന ലൈസൻസുള്ള കടകൾ, പ്രധാനപ്പെട്ട സ്കൂളുകളിൽ 200-ൽ പരം, അതിലുപരി ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായങ്ങൾ, അതും 200-ൽ പരം. അത്രയും ആവശ്യങ്ങളുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ഒരു ഫയർ സ്റ്റേഷൻ എത്തുന്നത്. നമ്മൾക്ക് ഈ കഴിഞ്ഞ കാലത്തുള്ള തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ തന്നെ ഒരുപാട് പറയാനുള്ള, എണ്ണി പറയാനുള്ള ഒരു പ്രദേശത്തേക്കാണ് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തിയുടെ വലിയൊരു നീർവെളിച്ചവുമായിട്ടാണ് ഇതിൻ്റെ കടന്നുവരവ്. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും സത്യത്തിൽ അതൊരു വലിയ ഒരു ആശ്വാസമാണ്. 2017 ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ചതിൻ്റെ പൂർത്തീകരണത്തിനാണ് വൈകിയത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാന്യ MLA-യുടെ 40 ലക്ഷം രൂപ ഫണ്ട് ഇവിടെ അനുവദിച്ചല്ലോ. അത് അനുവദിച്ചതിൻ്റെ കൂടി ഭാഗമായാണല്ലോ ഇത്രയും നിലയിൽ എത്തിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായിയുടെ നല്ല ഏകോപന സമിതിക്കാരൻ നല്ല സഹായം ഇതിനുണ്ടായിരുന്നു. അവർ നല്ല താല്പര്യമെടുത്തുകൊണ്ട് ഇതിൻ്റെ പുറകെ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 4 ലക്ഷത്തിന് മേലെ സംഖ്യ അവർക്ക് ചെലവ് വന്നിട്ടുണ്ടെന്ന് അവർ നേരത്തെ വിശദീകരിച്ചു. 18 തസ്തിക തന്നെ ഗവൺമെൻറ് ഇതിനു വേണ്ടി തീരുമാനിച്ച് ആ 18 തസ്തിക കൂടി ഒന്നുകൂടിയാണ് ഇതിൻ്റെ പൂർത്തീകരണത്തുന്നത്. വളരെ കാലമായി മാവൂർ പ്രദേശവാസികളും പൊതുസമൂഹവും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഫയർ സ്റ്റേഷൻ. ഇവിടെ പറഞ്ഞതുപോലെ മാവൂരിനെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കമുണ്ടായാൽ ആദ്യം വെള്ളം മുങ്ങുന്ന ഒരു പ്രദേശമാണ് മാവൂർ പഞ്ചായത്ത്. ആ സന്ദർഭങ്ങളിലൊക്കെ ഇവരുടെ സഹായം വളരെയധികം മാവൂരിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മാവൂർ പ്രദേശവാസികൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്തെ, ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി, വെള്ളിമാട് കുന്ന് സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP അഹമ്മദ്, സ്വാഗത സംഘം ഭാരവാഹികളായ പുതുക്കുടി സുരേഷ്, EK നിതീഷ്, നാസർ മാവൂരാൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ഡെസ്ക് മാവൂർ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.